തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ, കേരളത്തിലെ സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ ഈ പറയുന്ന ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ പല രീതിയിലും ലഹരിക്ക് അടിമയാകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ കണ്ട ഇന്ന് 10 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തുന്നൊരു വിഷയം വളരെ ഗൗരവകരമാണ്. അത് ഒരുപക്ഷെ രാഷ്ട്രീയമുള്ള ക്യാമ്പസിലും രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസിലും, രാഷ്ട്രീയമുള്ള വിദ്യാർത്ഥികളും ഇല്ലാത്ത വിദ്യാർത്ഥികളും, ഏത് സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണെങ്കിലും, ഇതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, ഇതിൻ്റെ വിതരണക്കാരാണെങ്കിൽ, ഇതിൻ്റെ ശൃംഖലയുടെ ഭാഗമാണെങ്കിൽ, അവരെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ ലഹരി മാഫിയയെ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നും നമുക്ക് തുടച്ചു നീക്കണം. ആ ലക്ഷ്യം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സംസ്ഥാന കേസ് കമ്മിറ്റി കാസർഗോഡ് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ലഹരി വിരോധ ക്യാമ്പസ് ജാഗരണ യാത്ര ഇന്ന് തൃശ്ശൂർ ജില്ലയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എറണാകുളം ജില്ലയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. 12-ാം തീയതി ഞങ്ങൾ 19-ാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ മുൻപിൽ ഞങ്ങൾ ക്രിയാത്മകമായിട്ടുള്ള കുറേയേറെ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമില്ല. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഈ പ്രവണതയെ നമുക്ക് തുടച്ചു നീക്കേണ്ടതായിട്ടുണ്ട്. അതിന് രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്നിക്കണം. സർക്കാരിന് കലവറിയില്ലാത്ത പിന്തുണ ഈ വിഷയത്തിൽ ഞങ്ങൾ ഉറപ്പു തരികയാണ്. നമുക്ക് നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ ഏതു വിധേനയും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും, പൊതുസമൂഹവും, അധ്യാപകരും, അനധ്യാപകരും, മാധ്യമങ്ങളും എല്ലാവരും ചേർന്ന് നമുക്ക് കൂട്ടായി ഈ വിപത്തിനെ കേരളീയ ക്യാമ്പസുകളിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും തുടച്ചു നീക്കണമെന്നൊരു ആവശ്യമാണ്, ഒരു ലക്ഷ്യമാണ് കേസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യം അത്തരത്തിൽ പ്രാവർത്തികമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.